മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് സ്പെഷ്യലായി മഗ്രിബ് നിസ്കാരവും സുബ്ഹി നിസ്കാരവും കഴിഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് പറയാൻ മുത്തുനബി തങ്ങൾ നമ്മളോട് പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്ർ 10 പ്രാവശ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഈ ദിക്ർ നരകത്തെ തൊട്ടുള്ള കാവൽ ചോദിക്കുന്ന ദിക്റാണ്. കത്തിക്കാളുന്ന നരകത്തെ തൊട്ട് റബ്ബ് നമ്മളെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. അതിന് നമ്മൾ ചോദിക്കണം. എപ്പോ? മഗ്രിബ് നമസ്കാരം, ഇശാ മഗ്രിബിന്റെ ഇടയെന്ന് പറഞ്ഞാൽ, ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ്. ആ സമയത്ത് അടിമയാകുന്ന ഒരാൾ ചോദിക്കുന്ന എന്തിനും അള്ളാഹു ഉത്തരം തരുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ഈ മൂന്നാമത്തെ ദിക്ർ 7 വട്ടം പറയണം. അപ്പൊ ആദ്യം നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 പ്രാവശ്യം പറയണം, 3 വട്ടം. പിന്നെ അത് കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം പറയുക. അത് പറഞ്ഞാൽ കിട്ടുന്നത് കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുമെന്നാണ്. പിന്നെ മൂന്നാമതായി പറയേണ്ട ദിക്ർ ഏതാണ്? അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അത് 7 വട്ടം പറയുക. ഇത് എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല.